ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദാസനും ഓളും യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 4-5 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇത്രയും കാലം മാറി നിൽക്കുന്നത്. സോ എല്ലാവരെയും കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഞങ്ങൾ രണ്ടാളുടെയും മുഖത്ത് കാണാം കേട്ടോ. നനച്ചിരുന്ന ട്രെയിൻ നനച്ച സമയത്ത് വരാത്തത് കാരണം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് അതിലിതിലായിട്ടൊക്കെ കറങ്ങി അടിച്ച് നടന്നു. കുറച്ച് ദിവസത്തെ ലീവിന് പോകുന്നതായതുകൊണ്ട് ഒരുപാട് പ്ലാനിങ്സ് ഒന്നുമില്ല, ബട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കോഴിക്കോടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഫുഡ് സ്പോട്ട്, ടൂറിസ്റ്റ് പ്ലേസസ് അങ്ങനെ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി ട്രെയിൻ പോകുന്നത് കണ്ടു. ഇത്രയും ചെറിയ ട്രെയിൻ നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടോ ഗൈസ്? ചുമ്മാ അതാട്ടോ, അതൊരു ട്രെയിനിൻ്റെ എൻജിൻ മാത്രമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ആദ്യം വർക്കല റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഉള്ളത്. അവിടെ നിന്നൊരു ലോക്കൽ ട്രെയിൻ കയറി കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ വന്നത്. രാത്രി ആയതുകൊണ്ട് കയറി കിടന്ന് പെട്ടെന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഉറക്കം വന്നതേ ഇല്ല കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് അതേപോലെ ട്രിപ്പൊക്കെ പോകുമ്പോഴും എങ്ങനെ നോക്കിയാലും ഉറക്കം വരില്ല. ഞാൻ അങ്ങനെ കുറേ നേരം പുറത്തേക്ക് നോക്കി കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 5 മണിയോടെ കോഴിക്കോടെത്തി. കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. പണ്ടാരോ പറഞ്ഞ പോലെ ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോ ചേട്ടന്മാരും ഉള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റുള്ള കോഴിക്കോട്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയുള്ള വീഡിയോസിൽ കോഴിക്കോടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, സീ യു.